ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ഇടാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് തംബ്ലൈൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതാണ്. എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷനാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഞാൻ ഫസ്റ്റ് വാങ്ങിയ ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം. ആദ്യം ഞാൻ ലിപ് ബാം കാണിച്ചു തരാം. ഇതൊരു ടിൻറ്റഡ് ലിപ് ബാമാണ് കേട്ടോ. ഇത് നമ്മളുടെ ലാക്മേൻ്റെ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാമാണ്. ഒരു ചെറി ടിൻറ്റഡ്. നമ്മൾ ലിപ്പിന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുകയും ചെയ്യും. അതിന് കൂടെ തന്നെ ഒരു നൈസായിട്ടൊരു കളറും തരും. ഇതൊരു നമ്മളൊരു ചെറീൻ്റെ കളർ ഉണ്ടാവില്ലേ, ആ ഒരു ചെറി കളറാണ് ഇത് വരുന്നത്. ടിൻറ്റഡ് ആണ്. ഇതിൻ്റെ മുകളിലത്തെ സ്റ്റിക്കറൊക്കെ പോയതാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു 1-2 വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ റീസെൻ്റ്ലിയാണ് ഞാൻ ലിപ്സ്റ്റിക്കുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നേ വരെ ലിപ് ബാം മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പം ലിപ് ബാം യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ലിപ് ബാം മാത്രമായിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കളറും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ കണ്ടുപിടിച്ചതാണ് ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ. അങ്ങനെയാണ് പിന്നെ ഇത് ഉപയോഗിച്ചത്. ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല സ്മെല്ലുമാണ്. നല്ല സ്മെല്ല് പറഞ്ഞാൽ നമ്മൾ ഈ ബബ്ലിക്കല്ലേ, ബൂമറാങ്ങിൻ്റെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ലേ, അതിൻ്റെ സ്മെല്ലാട്ടോ ഇതിന്. ഇതിന് റേറ്റ് വന്നിട്ട് 80-90 ആ റേഞ്ചിൽ വരുന്നതാണ്. ഞാനിത് 3-4 എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം അതാണ് ലിപ് ബാം. എൻ്റെ കയ്യിൽ ലിപ് ബാമായിട്ട് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ദേഗേൻ്റെ ലിപ് ബാം ഉണ്ട്. അത് പിന്നെ ടിൻറ്റഡ് ഒന്നുമല്ല, ലൈറ്റ് ടിൻറ്റഡ് ആണ്. നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ഞാൻ കാണിച്ചിരുന്ന ലിപ്സ്റ്റിക്ക് ഇതാണ്. മമാഅർത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് കാർണേഷൻ ന്യൂഡ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാനിവിടെ കൊടുക്കട്ടെ. ഷെയ്ഡ് കാർണേഷൻ ന്യൂഡാണ്. ഇതാണ് ലിപ്സ്റ്റിക്ക്. ഞാനും ഇതും അതേപോലെ തന്നെ കുറേ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഏകദേശം പണിയൊക്കെ തീർന്ന് കിടക്കുകയാണ്. നന്നായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഇതാണ്. ഷെയ്ഡ് വന്നിട്ട് കാണുന്നുണ്ടോ? ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ. നമുക്കിങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് ഇപ്പം എവിടെയെങ്കിലും ഒന്ന് പോകണം, കാഷ്വലായിട്ട് പോകണം, പക്ഷെ ഓവർ മേക്കപ്പ് ഇട്ട പോലെ തോന്നുകയും ചെയ്യരുത്. അങ്ങനെയുള്ള ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡാണ് ഞാൻ കാണിച്ചത്. ഇതാണ് ഷെയ്ഡ്. ഒരു ഓവർ എന്താ പറയുക ലുക്കും ഇല്ല, അതായത് ഓവറായിട്ടൊരു കളറും ഇല്ല, അതേപോലെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. കാണില്ലേ? ഓക്കെ. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ലിപ്സ്റ്റിക്ക് മമാഅർത്തിൻ്റെ. ഇതിന് റേറ്റ് വന്നിട്ട് 499 ആണ്. പക്ഷെ ഞാൻ കോംബോ ആയിട്ട് 2 എണ്ണം വേറൊരു ഷെയ്ഡും കൂടെ മേടിച്ചു, 2 എണ്ണം മേടിച്ചു. അപ്പം എനിക്ക് റേറ്റ് 600 സംതിങ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇതൊരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു, Buy 1 Get 1 അങ്ങനെ ഉണ്ടോ, അങ്ങനെ കിട്ടിയതാണ്. അപ്പം അത് ഫസ്റ്റത്തെ അതാണ് യൂസ് ചെയ്യുന്നത്, കാർണേഷൻ ന്യൂഡ്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ മമാഅർത്തിൻ്റെത് ഞാൻ മേടിച്ചത് ഇതാണ്. ഇത് വന്നിട്ട് ബബിൾ കം ന്യൂഡ് എന്നാണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്, ബബിൾ കം ന്യൂഡ്. ഇതാണ് ഷെയ്ഡ്. ഇതൊരു റെഡ് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. ഞാൻ ഇട്ട് കാണിച്ചിടാം. ഈ ഷെയ്ഡും എനിക്ക് ചേരുന്ന, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഇപ്പം മമാഅർത്തിൻ്റെ 2 ഷെയ്ഡുകളും അല്ലെങ്കിൽ 2 ലിപ്സ്റ്റിക്കും ഇത് അത്ര ഓവർ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. നമ്മളിപ്പം ഇട്ട് കുറച്ച് നേരം നിൽക്കും, പിന്നെ നമ്മൾ ഇടേണ്ടി വരും. അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷെ നല്ല സാധനമാണ് കേട്ടോ. കണ്ടോ, ഇത് ടിഷ്യൂവിലേക്ക് നൈസായിട്ട് ആവുന്നുണ്ട്. അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷെ നല്ല സംഭവമാണ്. ഇതിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ആർഗൻ ഓയിലൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ പിഗ്മെൻറ്റഡ് ആവാതെ നമ്മുടെ ലിപ്സിനെ ഹെൽപ്പ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നാച്ചുറൽ ഓർഗാനിക്കലായിട്ടുള്ള എന്താ പറയുക എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ മമാഅർത്തിൻ്റെത് ആദ്യം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു കാർണേഷനോട് ഞാൻ ആദ്യം ഒന്ന് യൂസ് ചെയ്തിട്ട് രണ്ടാമത്തത് വാങ്ങിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് 2 എണ്ണമാണ് മമാഅർത്തിൻ്റെ ലിപ്സ്റ്റിക്സ് എൻ്റെ വരുന്നത്. അടുത്തത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള, എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ ഒന്ന് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അടുത്താണ് ഇത്. ഇത് ഞാൻ അധികം ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നൊരു 4 മാസത്തോളമൊക്കെ ഈ സാധനം യൂസ് ചെയ്യണം. 4-5 മാസം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോകാനുള്ള ദിവസങ്ങളൊക്കെ അധികം ഈ ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യല്. ഇത് മെബ്ലിൻ്റെ ന്യൂഡ് ഡ്രീമാണ് ഷെയ്ഡ് വരുന്നത്.
ഷെയ്ഡൊക്കെ ഞങ്ങൾക്ക് താഴെ കൊടുക്കട്ടോ. ന്യൂ ഡ്രീമാണ് ഷെയ്ഡ് വരുന്നത്. അടിപൊളി ഷെയ്ഡാണ്, ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് അത് ഇടുന്ന സമയത്ത്. അത് തീർന്നിട്ടുണ്ട്, അത്രയും അവസ്ഥയിലാണിത്. ഞാൻ പുതിയത് വാങ്ങാൻ വേണ്ടി പോവാണ്. നമുക്കിപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതിട്ടോ. നല്ല സ്മെല്ലാട്ടോ, സ്മെല്ലെന്ന് മാത്രമല്ല നല്ല സാധനമാണ്. ഇത് ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഷെയ്ഡ്. ശരിക്കും നമ്മുടെ ഫേസിൽ നല്ല ബ്രൈറ്റ്നെസ് തരുകയും അതുപോലെ തന്നെ റിച്ച് ലുക്ക് തരുകയും ചെയ്യും. എന്താ പറയുക, എനിക്ക് ഭയങ്കര എന്താ പേഴ്സണലി ഭയങ്കര, ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കുകളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണിത്. എനിക്ക് പൈസ കൊടുത്തിൽ വേർത്തായിട്ട് തോന്നിയ സാധനമാണ്. ഇതിന് 399 റേറ്റ് വരുന്നത്. അടിപൊളി സാധനമാണ് കേട്ടോ. ഓൺലൈനിൽ വാങ്ങിക്കാനും കിട്ടുമെന്ന് തോന്നുന്നു. ഇത് ഏകദേശം തീർന്നു. ഞാൻ അടുത്തത് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഷെയ്ഡ്. ഞാൻ നിങ്ങൾക്ക് ലിപ്പിലിട്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കയ്യിൽ ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. ഓക്കെ, അപ്പം 3 ലിപ്സ്റ്റിക്, ഇതിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. ഓക്കെ അല്ലേ, മൊത്തത്തിൽ ഇളകിപ്പോയി. ഓക്കെ, അപ്പം ഇനി അടുത്ത ലിപ്സ്റ്റിക് കാണിച്ചു തരാം. ഞാനൊന്ന്, ഇത് ഓവർ സ്മഡ്ജ് ആവുന്നില്ല കേട്ടോ. അത്യാവശ്യം സ്മഡ്ജ് പ്രൂഫ് തന്നെയാണ്. ഓവറായിട്ട് പെട്ടെന്ന് എന്താ പറയുക തീരുന്നില്ല. ഞാനൊക്കെ അധികം എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ലിപ്സ്റ്റിക്കും കൂടെ കഴിക്കുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്തിട്ട് തോന്നിയിട്ടുണ്ട്. ഇതങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല. ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരുന്നത് ഡാസ്ലറിൻ്റെ ഒരു കുഞ്ഞി സാമ്പിൾ സാധനമാണ്. ഇതിന് 85 റുപ്പീസാണ്. ഞാനിത് ഒരുപാട് മറ്റേ ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിന് ഷെയ്ഡ് വന്നിട്ട് പറഞ്ഞുതരാം. കഷ്ണം പറഞ്ഞു. ഇതിൻ്റെ ഷെയ്ഡ് DL 825 ആണ് കേട്ടോ. 825 ആണ്. ഇത് ഭയങ്കര ചോട്ടയാണ്. ഇത് കറക്റ്റ് നമ്മൾ ചോക്ലേറ്റ് ഇല്ലേ, ചോക്ലേറ്റിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ചോക്ലേറ്റ് ഷെയ്ഡാണ്. പേഴ്സണലി ഇത് ഓക്കെ ആണ്. അല്ലാതെ എന്താ പറയുക, ഭയങ്കര അടിപൊളി എന്ന് പറയാനുമില്ല, മോശം എന്നും പറയാനില്ല, അങ്ങനത്തെ ടൈപ്പാണിത്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഈ ഷെയ്ഡാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതാണ് ഷെയ്ഡ്. ആക്ച്വലി ഇത് എനിക്ക് അത്ര പേഴ്സണലി അത്ര ഇഷ്ടമല്ല. ഇട്ടാൽ രസമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ മുകളിലിട്ടാൽ മനസ്സിലാവില്ല. അപ്പം ഇതിന് 85 റുപ്പീസാണ് വരുന്നത്. പിന്നെ ഗ്രാജുവലി എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ റിവ്യൂസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, ഇത് അധികം യൂസ് ചെയ്യുന്നാൽ കാരണം കണ്ടിന്യൂസ് യൂസിൽ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കാണുന്നുണ്ട്. അറിഞ്ഞുകൂടാ, ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്കാണ് യൂസ് ചെയ്യാറ്, എപ്പോഴൊന്നുമില്ല. പെട്ടെന്ന് ഇപ്പോൾ കാഷ്വലായിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. 85 റുപ്പീസിന് വർത്താണ്. ഡാസ്ലർ എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു ലിപ്സ്റ്റിക്ക് ഇറക്കുന്ന സമയത്ത് 85 റുപ്പീസിന് വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഡാസ്ലറിൻ്റെ തന്നെയാണ്. ഡാസ്ലറിൻ്റെ ഒരു വലിയ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് DL C025 ആണ്. ഇത് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡും അടിപൊളിയാണ്, അതുപോലെ തന്നെ യൂസ് ചെയ്യുമ്പോഴും അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് ഇതിൻ്റെ കുറച്ചും കൂടി ഡാർക്ക് വേർഷനാണിത്. ഇതൊരു ലൈറ്റ് വേർഷൻ തന്നെയാണ്. സംഭവം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ്, നല്ല സ്മെല്ലൊക്കെയാണ്. ഞാൻ ഇത് നമുക്ക് ലിപ്പിലിട്ടിട്ട് കാണിച്ചാൽ ഇപ്പോൾ മറ്റേ ലിപ്സ്റ്റിക്കിനെ മുകളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഭയങ്കര ഡോമിനൻ്റ് ആയി നിന്നിട്ട് ആ ഒരു കളർ ഷെയ്ഡ് മൊത്തത്തിൽ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെ വേണ്ടത്. ഈ ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. ഇതിന് റേറ്റ് വന്നിട്ട് 200 റേഞ്ചാണ് കേട്ടോ. ഇതിന് റേറ്റ് നല്ല സാധനമാണ്, നല്ല ബോത്താണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനമാണിത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ലാസ്റ്റിലേക്ക് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ മായ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഥവാ ഞങ്ങൾക്ക് ഇട്ട് കാണിച്ചിട്ടാണെങ്കിൽ ഞാൻ പോയി വെളിച്ചെണ്ണ തേച്ച് മായ്ക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ലിപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. കാരണം ഇതിട്ട് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റിലേക്ക് വെക്കാനുള്ള കാരണം തന്നെ അതാണ്. അത് ഭയങ്കര എന്താ പറയുക, പശട്ട് ഒട്ടിച്ച പോലെയാണ്. അങ്ങനെ ഇങ്ങനെ ഒന്നും നമ്മൾ വിട്ട് പോകാത്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്കാണിത്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. സംഭവം അവളിത് വാങ്ങിച്ചതാണ്. അവൾ യൂസ് ചെയ്ത സമയത്ത് അവൾക്ക് ഈ ഷെയ്ഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞു നീ എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ എടുത്തോ. അങ്ങനെ ഞാൻ എടുത്തതാണ്. ഇത് കളർ എസൻസിൻ്റെ നട്ടി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നട്ടി ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ഭയങ്കര എന്താ പറയുക പാടാണ് നമ്മളെ ലിപ്പിന്ന് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പം രാവിലെ എവിടെയും പോകാണ്ട് യൂസ് ചെയ്യുന്നത് വൈകുന്നേരം വരെ അവിടെ കിടക്കും. 100% ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചത്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ്. പക്ഷെ സംഭവം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇതാണ് ഷെയ്ഡ്. ഇതാണോ ഷെയ്ഡ്? ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡാണ്. നമ്മുടെ ഫേസിലിട്ടാൽ എന്താ പറയുക നല്ല കളറുള്ള പോലെ തോന്നും നമ്മുടെ ഫേസ്.
എനിക്ക് ഷെയ്ഡ് ഇട്ടിട്ട് എന്താ തോന്നുന്നത്, ചിലപ്പോൾ ഈ ക്യാമറയിൽ എത്രത്തോളം അത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച്, ഭയങ്കര ഇപ്പം ഞാൻ ലൈറ്റ് ആയിട്ടോ മുകളിലിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തേ ഉള്ളൂ. താഴെ മുകളും കൂടെ ഇടുന്ന സമയത്ത് ഭയങ്കര ബ്രൈറ്റ്നെസ് ആണ്, നമ്മുടെ മുഖത്തേക്ക് തന്നെ നല്ലൊരു ബ്രൈറ്റ് ഫീൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് അങ്ങനെ ഇങ്ങനെ ഒന്നും പോകില്ല. ഇതാ അപ്പോൾ ഡ്രൈ ആയി, ഇനി ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ തീരെ വരില്ല. ഞാൻ ഒന്നും കൂടെ ഉണങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ഞാൻ അതേപോലെ തന്നെ ഇട്ടിട്ട് എവിടെയോ പോയി തിരിച്ച് വന്നിട്ട് പോയില്ല. പിന്നെ ഞാൻ വെള്ളം എടുത്ത് കഴുകിയിട്ടൊന്നും പോകാതെ ഞാൻ പിന്നെ വെളിച്ചെണ്ണയൊക്കെ തേച്ച്, കോക്കനട്ട് ഓയിലാണ് ഞാൻ അധികം യൂസ് ചെയ്യുക. അത് നന്നായിട്ടൊക്കെ തേച്ചിട്ടൊക്കെയാണ് ഈ ലിപ്സ്റ്റിക്ക് പോയത്. ബാക്കി ലിപ്സ്റ്റിക്കുകളൊക്കെ ഞാൻ വരുമ്പോഴേക്കൊക്കെ ഏകദേശം ഡെഡ് ആയിട്ടുണ്ടാവും, കാണാൻ പോലും ഉണ്ടാവില്ല. നമ്മൾ സാധാ ലിപ്സ് പോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് അടിപൊളി സാധനമാണ്. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇത്രയും ലിപ്സ്റ്റിക്കുകളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു പക്ഷേ എന്താ പറയുക, പിഗ്മെൻറ്റഡ് ആവുന്നുണ്ട്. എൻ്റെ ചുണ്ട് പൊതുവേ ഫസ്റ്റത്തേനേക്കാളും ലിപ്സ് ഇപ്പോൾ ഡാർക്കനായി വരുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ പറയുന്നത് ലിപ്സ്റ്റിക്ക് യൂസ് കുറച്ച് നന്നായിട്ട് ഡാർക്കൻ ആവുന്നുണ്ടെന്നൊക്കെ. റീസെൻ്റ്ലി ആണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. എനിക്കൊന്ന് 1 year ആയിട്ടില്ല ഞാൻ നന്നായിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ലിപ്സ്റ്റിക്ക്. അത് എന്നും എന്നല്ല, പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പം എന്തായാലും ഹോം റെമഡീസ് ഒക്കെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇതാക്കണം, ഒരു പൊടി പോലുമില്ല, കണ്ടില്ലേ? ഇനി ഇത് വരില്ല. ഇനിയിപ്പോൾ ഞാൻ വെളിച്ചെണ്ണൊക്കെ തേച്ച് പോക്കണം. അപ്പം ഇത്രയും ലിപ്സ്റ്റിക്കൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കുകൾ. അപ്പോൾ ഇതാ ഇത്രയും ലിപ്സ്റ്റിക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, കണ്ടില്ലേ? ഏതിൻ്റെങ്കിലും ഞാൻ വേണമെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ല എന്തിൻ്റെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, കമൻറ്റിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ കയ്യിൽ ഇത്ര ലിപ്സ്റ്റിക്സേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് മാത്രം ഞാൻ ഇനി ഒന്ന് മേടിക്കും, ബാക്കിയൊക്കെ യൂസ് ചെയ്യും. മമായൊക്കെ നല്ല സാധനമാണ് കേട്ടോ. കളർ റിസൻസിൻ്റെ എന്താ അവസ്ഥ എനിക്കറിയില്ല. പിന്നെ ചെറിയ ഡാസ്ലറും ഞാനിപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളെപ്പോഴും ലിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുക. ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടാക്കാം. ചില ആൾക്കാരുടെ ഫേസിലേക്ക് നല്ല ഭംഗി ഫീൽ ചെയ്യിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ലിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഹോം റെമഡീസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലിപ് ബാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ലിപ്പിനെ പിഗ്മെൻറ്റഡ് ആക്കാതെയും ഡ്രൈ ആക്കാതെയൊക്കെ ഹെൽപ്പ് ചെയ്യിപ്പിക്കാനുള്ള പ്രൊട്ടക്ഷൻസ് ഒക്കെ നമ്മൾ സ്വയം എടുക്കാം. ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അധികം ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ലിപ്സ്റ്റിക്ക് വളരെ കുറവായിരുന്നു യൂസ് ചെയ്യുന്നത്. ക്ലാസ്സിൽ ഒരാളെയൊക്കെ ലിപ്സ്റ്റിക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഉള്ള ആൾക്കാരെയൊക്കെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളുണ്ടാവും. യൂസ് ചെയ്യാത്തവർ ഇന്നും ഉണ്ട് കേട്ടോ, പക്ഷേ എങ്കിൽ പോലും യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം യൂസ് ചെയ്തോളൂ, യൂസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ ലിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യും കൂടെ വേണം, എന്നോടും കൂടിയാണത്. അപ്പം ഇനി ലിപ് കെയറിനൊക്കെ വീഡിയോ ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി എന്താ പറയുക സന്തോഷമായിട്ടിരിക്കുക ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ, ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം. ഏതെങ്കിലും വീഡിയോസ് സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ സംസാരിച്ചൊക്കെ പോവാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലോങ് ആയിപ്പോയില്ലേ, ഞാൻ ഇത്ര ലോങ് ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.